കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ സ്വയം സന്ധിയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ സംസാരിക്കുവാൻ അവസരം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ ചിന്താവിഷയത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. വളരെ നാളുകളായി ഞാൻ ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാകുന്നു. പക്ഷെങ്കിൽ അതിന് സമയവും സാഹചര്യങ്ങളും ഒന്നും ലഭിക്കാതിരുന്നു. ഇന്നൊരല്പം സമയം ലഭിച്ചപ്പോൾ ആ വിഷയം ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുകയാകുന്നു. മറ്റൊന്നുമല്ല, രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമാകുന്നു ഇന്നത്തെ എൻ്റെ ചിന്താവിഷയം. രാഹുൽ മാങ്കൂട്ടമെന്ന് പറയുന്ന വ്യക്തി വളരെ അറിയപ്പെടുന്ന പോപ്പുലറായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാകുന്നു. അദ്ദേഹത്തിൻ്റെ കഴിവുകളെ ഞാൻ എത്ര പ്രകീർത്തിച്ചാലും മതിയാകില്ല എന്നതൊരു യാഥാർത്ഥ്യമാകുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ കഴിവുകളെ പ്രകീർത്തിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പോരായ്മകളെ കൂടെ ഒന്ന് പറയേണ്ടതായിരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന പോപ്പുലറായിട്ടുള്ള ഒരു നേതാവ് ലൈംഗിക ആരോപണത്തിൽപ്പെട്ട് വലയുന്ന കേസുകളിൽപ്പെട്ടുഴലുന്ന അവസ്ഥയാകുന്നു ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് നമുക്കറിയാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹത്തെ കോൺഗ്രസ് എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം അടച്ചാക്ഷേപിച്ച് പുറത്താക്കിയിരിക്കുന്ന സാഹചര്യത്തിലാണ് എത്തി നിൽക്കുന്നത്. അദ്ദേഹത്തിനെതിരെ ആദ്യമായി ആരോപണവുമായി വന്ന സിനിമാ നടിയെ സംബന്ധിച്ചിടത്തോളം അവരിന്നും പുകഞ്ഞു കത്തിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ വാർത്തകൾ ചമയ്ക്കുവാനുള്ള ശ്രമത്തിലാണ് അവൾ നിൽക്കുന്നത്. അവരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പ്രസിദ്ധനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു കാര്യം പറയാൻ കഴിയും. അദ്ദേഹം എത്ര കടുത്ത പാപിയാണെങ്കിലും യേശുക്രിസ്തുവിൻ്റെ പാതാരബന്ധങ്ങളിൽ മുട്ടുമടക്കാൻ തയ്യാറായാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുകയും ഒരു പുതിയ മനുഷ്യനായി രംഗത്ത് വരുവാനും ഇടയായിത്തീരുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വിശുദ്ധ ബൈബിൾ പറയുന്നത് അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുമെന്നാണ്. പ്രിയ രാഹുൽ മാങ്കൂട്ടം യേശുക്രിസ്തുവിൻ്റെ പാതാരബന്ധങ്ങളിൽ കടന്നു വന്നാൽ അദ്ദേഹം ചെയ്തതോ ചെയ്യാത്തതോയ കുറ്റമാകുന്നുവെങ്കിലും അതെല്ലാം പരിഹരിച്ചിട്ടൊരു വലിയ മനുഷ്യനാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ അദ്ദേഹത്തെ വേട്ടയാടുന്ന ആളുകൾ ശ്രദ്ധിക്കണം. അദ്ദേഹത്തിൻ്റെ നന്മ കൊണ്ടും കഴിവ് കൊണ്ടും അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം കൊണ്ടും തൻ്റെ ഇടം കൊണ്ടും ഒരു ഭരണകൂടത്തെ തന്നെ പിടിച്ചുലയ്ക്കുവാനും ശക്തമായി കുലുക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം നാം മറന്നു പോകുവാൻ പാടില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ വേട്ടയാടി കൊല്ലുവാൻ ശ്രമിക്കുന്ന ആളുകളോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. ഒരാളെ കൊല്ലുവാൻ എളുപ്പമാകുന്നു, പക്ഷേ ജീവൻ കൊടുക്കുവാൻ ആർക്കും കഴിയുകയില്ല. ജീവൻ കൊടുക്കുവാൻ കഴിയുന്നത് യേശുക്രിസ്തുവിന് മാത്രമാകുന്നു. റിനിയൻ ജോർജ് ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ എല്ലാ ആരോപണങ്ങളും അദ്ദേഹത്തിൻ്റെ മേൽ കെട്ടിയേൽപ്പിച്ചിട്ട് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ തീരുമാനമെടുത്തു. രമേശ് ചെന്നിത്തലയും കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ, രാജ്മോഹൻ ഉണ്ണിത്താൻ തുടങ്ങിയ ആളുകൾ അദ്ദേഹത്തെ ആക്ഷേപിച്ച് പുറത്താക്കുവാനിടയായിത്തീർന്നു. ഇവരുടെയൊക്കെ പൂർവ്വകാല ചരിത്രം പരിശോധിച്ചാൽ എത്ര ക്ലേശവും മോശവുമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനിടയാകും. അതുകൊണ്ട് തന്നെ
ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ അദ്ദേഹത്തെ യഥാസ്ഥാനപ്പെടുത്തുക എന്ന് പറയുന്ന ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെ യഥാസ്ഥാനപ്പെടുത്തി കൊണ്ടുവന്നാൽ അദ്ദേഹം ഇനിയും ഈ പ്രസ്ഥാനത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി തരുവാൻ കഴിയുന്ന വ്യക്തിത്വമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഞാനിപ്പോൾ ഒരു പഴഞ്ചൊല്ലിങ്ങനെ ഓർക്കുകയാകുന്നു, പിതാക്കന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ള പഴഞ്ചൊല്ലാകുന്നു, കുഴിയിൽ വീഴുന്ന പന്നിയുടെ മേൽ കല്ലും തടിയുമാണ് ഇടുന്നതെന്ന്. ഒരു ചെറിയ കുഴിയിൽ മാങ്കൂട്ടം വീണുപോയി അദ്ദേഹത്തിന് മുകളിലേക്ക് കല്ലും തടിയും വാരിയിട്ട് കൊന്ന അദ്ദേഹത്തെ കൊലവിളിക്കുവാൻ ശ്രമിക്കുന്ന ആളുകളാകുന്നു നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ. വ്യത്യസ്തമായി ചിന്തിക്കുന്ന ധാരാളം ആളുകൾ കോൺഗ്രസിലും മറ്റുമുണ്ട് എന്നുള്ളൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഈ കേസുമായി ബന്ധപ്പെട്ട് സാധാരണ ലൈംഗിക അപവാദ കേസെന്നല്ല, ഏത് കേസുകളാണെങ്കിൽ പോലും ആദ്യം കേസ് കൊടുക്കേണ്ടത് പോലീസ് സ്റ്റേഷനിലാകുന്നു. അവിടെ നീതി കിട്ടിയില്ലെങ്കിൽ അതിന് മുകളിലേക്ക് കേസുകൾ കൊണ്ടുപോയി ആഭ്യന്തര വകുപ്പിന് വേണ്ടി കൊടുക്കുവാൻ കഴിയും. മറിച്ച് ഇവിടെ കേസുകൾ ഉണ്ടായ ഉടനെ ആദ്യമായി കൊടുക്കുന്നത് മുഖ്യമന്ത്രിക്കാകുന്നു. അദ്ദേഹം അത് താഴേക്ക് വിടുകയാകുന്നു. ഇതൊരു നിയമപരമായ പ്രശ്നമായി നാം കാണേണ്ടതായിരിക്കുന്നു. ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരും ഞങ്ങളെപ്പോലെയുള്ള പാസ്റ്റർമാരുമൊക്കെ ഈ വിഷയത്തിൽ ചിന്തിക്കുമ്പോൾ അതൊരു തെറ്റായ നടപടിക്രമമായി ഞങ്ങൾ മനസ്സിലാക്കുകയാകുന്നു. തീർച്ചയായും അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കേണ്ട രീതിയിലല്ല കേസ് കൊടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനിടയാകും. അദ്ദേഹത്തിൻ്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പ് നാം ശ്രദ്ധിക്കണം. BJP ഭരിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ BJPക്ക് കളം നിറഞ്ഞു നിൽക്കാൻ കഴിയുന്ന പാലക്കാടിൻ്റെ മണ്ണിൽ രാഹുൽ മാങ്കൂട്ടം മറ്റ് കോൺഗ്രസ് നേതാക്കളുടെ ഒപ്പം നിന്നുകൊണ്ട് പാലക്കാട് പിടിച്ചെടുത്ത പാലക്കാട് അദ്ദേഹം നിരവധി പുതിയ പ്രവർത്തനങ്ങൾ കൊണ്ടുവരുവാനിടയായി. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇപ്പോൾ തന്നെ 200ഓളം വീടുകൾക്ക് അദ്ദേഹം തറക്കല്ലിട്ട് കഴിഞ്ഞു. സാധാരണക്കാരും പട്ടിണി പാവങ്ങളുമായ ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയട്ടെ, വളരെ ചുരുക്കം സമയങ്ങൾ കൊണ്ടും ചുരുക്കം ദിവസങ്ങൾ കൊണ്ടും ഇത്രയും വിശാലമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊണ്ടുപോകേണ്ടത് നേതൃത്വത്തിൻ്റെ ചുമതലയാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നത്തിൽ ഇടപെട്ട് സംസാരിക്കേണ്ടതായില്ല എങ്കിൽ പോലും ഒരു സാമൂഹ്യ പ്രശ്നമായി ഇത് പൊന്തി വന്നതുകൊണ്ട് ഈ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുവാൻ തയ്യാറായി എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന് വിശാലത മനസ്സിലാക്കി ഒരവസരം കൂടി അദ്ദേഹത്തിന് നൽകുന്നത് നന്നായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. ബഹുമാനപ്പെട്ട കോടതിയിൽ കേസ് നിലനിൽക്കുകയാകുന്നു. അദ്ദേഹം കോടതിയിൽ നിന്ന് പുറത്തു വന്നാൽ വീണ്ടും MLA ആകുവാനും MP ആകുവാനും കോൺഗ്രസിൻ്റെ വക്താവായി മാറുവാനുമൊക്കെ കഴിയും എന്നതൊരു യാഥാർത്ഥ്യമായി വിശേഷിക്കുകയാകുന്നു. എന്തായിരുന്നാലും ശരി, ഇത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ കൂടെ കൂട്ടിക്കൊണ്ടു പോകുന്നതും അദ്ദേഹത്തെ കൂടെ ചേർത്ത് പിടിക്കുന്നതും കോൺഗ്രസിന് അഭികാമ്യമായിരിക്കും എന്നുകൂടെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തോടെ ആദ്യം പറഞ്ഞ വാചകം വീണ്ടും പറയട്ടെ. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം നിൻ്റെ സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കും. എല്ലാ പാപവും പോക്കി ശുദ്ധീകരിക്കാൻ കഴിയുന്ന യേശുവിൻ്റെ പാതാരബന്ധങ്ങളിൽ നിനക്ക് എത്തിച്ചേരുവാൻ കഴിഞ്ഞാൽ, നിൻ്റെ പ്രസംഗവും നിൻ്റെ കഴിവുകളുമെല്ലാം ദൈവരാജ്യത്തിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായി മാറുമെന്ന് ബഹുമാന്യനായ രാഹുൽ മാങ്കൂട്ടത്തോട് ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തുവേശുവിലുള്ള പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുവാൻ കഴിയുന്ന അത്ഭുതകരമായ അവസ്ഥയിൽ താങ്കൾക്ക് എത്തിച്ചേരുവാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും അവിടേക്ക് താങ്കൾ എത്തിച്ചേരുമ്പോൾ തീർച്ചയായും താങ്കളെ കൊല്ലുവാൻ വേണ്ടി ഓടി നടന്നവരും താങ്കളെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി പരിധി നടന്നവരുമായ ആളുകൾ അവിടേക്ക് കടന്നു വരുവാനും താങ്കളെ കൂടുതൽ ശ്രദ്ധിക്കുവാനും ഇടയാകും. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്നുകൂടെ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു.
ദൈവിക പദ്ധതിയിൽ ഉൾപ്പെടാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തില്ല. ദൈവിക പദ്ധതിയിൽ ഉൾപ്പെടാത്ത ഒരു വ്യക്തിയും ഈ ലോകത്തില്ല. ബഹുമാന്യനായ രാഹുൽ മാങ്കൂട്ടം, നിങ്ങളും ദൈവിക പദ്ധതിയിൽ ആയിരിക്കുന്നു. നിങ്ങളുടെ പാപം ക്ഷമിച്ച് നിങ്ങളെ അവിടെ ക്ഷമിക്കുന്ന യേശുവിൻ്റെ പാതാരബന്ധങ്ങളിൽ മുട്ടുമടക്കുക. നിങ്ങൾ വീണ്ടും മടങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.